അപ്പൊ ശരിക്കും ഞാൻ ലളിതാംബിക മാഡത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ കേസൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം FRകൾ അസിസ്റ്റൻസ് ചെയ്താലും നമ്മളെ പേരാണ് എഴുതുന്നത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഇത് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. കറക്റ്റ് അങ്ങനെയാണ്. അവിടെ ഡിഫിക്കൽറ്റി വരുമ്പോൾ നമ്മൾ കയറും. മനസ്സിലായില്ലേ? ഒരു മെഡിക്കൽ കോളേജ് ആണല്ലോ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ ലളിതാംബിക മാഡത്തിന്റെ കേസ് നമ്മളാണ് ചെയ്യുന്നത്. മാഡം ചെയ്യൂലെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ പേരാണെങ്കിൽ ഞാനായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യിപ്പിച്ചതായാലും നമ്മളെ പേര് തന്നെ എഴുതും. മനസ്സിലായില്ലേ? എന്നിട്ട് സെക്കൻഡ് അസിസ്റ്റന്റ് അവരുടെ പേരായിരിക്കും. ഈ രോഗിയെ ഞാൻ ചികിത്സിച്ചിട്ടില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും പിന്നെ യൂണിറ്റ് ചീഫ് ആയതുകൊണ്ട് നാച്ചുറലി രോഗി പേര് പറയുന്നതായിരിക്കാം. അതിൽ ഞാൻ ചെയ്ത ഓപ്പറേഷൻ അല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഞാനല്ല ചെയ്തിരിക്കുന്നു. മണ്ണാറ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് കേസ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റുള്ളവരോ നിലവിൽ പ്രതികളല്ല. യൂട്രസിൽ 3.5 കിലോയുള്ള മുഴയാണെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊറോണ സമയത്ത് ഞാൻ ആശുപത്രി കിടന്നത്. അങ്ങനെ ലളിതാംബിക ഡോക്ടറെയാണ് ഞാൻ കൊണ്ട് കാണിച്ചത്. അത് കഴിഞ്ഞ് 2021 മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. യൂട്രസ് നീക്കം ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ എന്നെ വിട്ടു. സർജറി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോൾ തൊട്ടാണ് ഒരു വയറുവേദന തോന്നുന്നത്? അല്ല, സർജറി കഴിഞ്ഞാണ് വയറുവേദനയൊക്കെ ഉണ്ട്. എനിക്ക് വേദന ഉണ്ടെങ്കിൽ ഞാൻ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനും എടുക്കും, മരുന്നും ഗുളികയൊക്കെ കഴിക്കും. അങ്ങനെ ഒരുപാട് ആശുപത്രി ഞാൻ കയറി ഇറങ്ങി. ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഈ 1 വർഷത്തിന് മുന്നേ എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുമായിരുന്നു. ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ വയറ്റിൽ ഒരു കത്രിക കാണുന്നില്ല എന്ന് പറഞ്ഞു. നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ ഒരു കാര്യം ചെയ്യ്, പിന്നെ ഡോക്ടർ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതേ വെച്ചപ്പോഴാണ് ഞാൻ ഈ കത്രിക കാണുന്നത്. ഞാൻ അതുവരെ ഞാൻ കത്രിക കണ്ടില്ല. പടവും ഞാൻ നമസ്കാരം കൂട്ടുകാരെ. കേരളം നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ആരോഗ്യ രംഗമാണെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്. എന്നാൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ ആ ഒരു അഭിമാനത്തിന് വലിയൊരു മുറിവ് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു സാധാരണ വീട്ടമ്മയുടെ വയറ്റിൽ 5 വർഷമായിട്ട് ഒരു കത്രിക ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതും നമ്മുടെ അഭിമാനമായിട്ടുള്ള ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സർജറിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഉഷ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു വീട്ടമ്മയുടെ വേദനയുടെ കഥ മാത്രമല്ല ഇത് കേട്ടോ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചില വീഴ്ചകളുടെ ഒരു നേർചിത്രം തന്നെയാണിത്. സംഭവം നടക്കുന്നത് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. പുന്നപ്ര സ്വദേശിയായ ഉഷ ജോസഫ് 2021 മെയ് മാസത്തിലാണ് അവിടെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് വിധേയയാകുന്നത്. വയറ്റിലെ മുഴ നീക്കം ചെയ്യണം എന്നതായിരുന്നു ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയത് മുതൽ ഉഷയ്ക്ക് കഠിനമായിട്ടുള്ള വേദനയായിരുന്നു. അവരെ ഈ ഒരു വേദന സഹിക്കാനാവാതെ തന്നെ പലതവണ ഇതേ ആശുപത്രിയിൽ അവർ ചികിത്സയും തേടി. അപ്പോഴൊക്കെ ഡോക്ടർമാർ പറഞ്ഞത് ഇത് മൂത്രത്തിൽ കല്ലാണ് അല്ലെങ്കിൽ വെറും വേദനയാണ് എന്നൊക്കെ തന്നെയായിരുന്നു അവരുടെ മറുപടി എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞവർക്ക് മരുന്നും ഇഞ്ചക്ഷനൊക്കെ നൽകി തന്നെ അവരെ തിരിച്ചയച്ചു. ഒടുവിൽ ആ ഒരു വേദന സഹിക്കാനാവാതെ അവരെന്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി എക്സ്റേ എടുത്തതിന് ശേഷമാണ് ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയത്. വയറ്റിനുള്ളിൽ ഒരു സർജിക്കൽ ഉപകരണം, മസ്കിറ്റോ ഫോർസെപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കത്രികയോട് സാമ്യമുള്ള ഉപകരണമാണ് ആ ഒരു എക്സ്റേയിൽ കണ്ടെത്തിയത്. നിലവിലെ ഉഷ ജോസഫിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വീഴ്ച വരുത്തിയ ഡോക്ടർ ഷാഹിദയും അതുപോലെ നഴ്സ് ധന്യയും എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി അതിനെ തള്ളിക്കളയാനാകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട സമാന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ ഒരു വാർത്ത ചർച്ച ചെയ്തതിന് പിന്നാലെ തന്നെ ഇത്തരം വാർത്തകളും ഇത്തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചേർത്തലയിലെ താലൂക്ക് ആശുപത്രിയിൽ നടന്നതും സമാനമായിട്ടുള്ളൊരു സംഭവമാണ്. ഓട്ടോ അപകടത്തിൽ പരിക്കേറ്റ രാധാകൃഷ്ണ പിള്ള എന്നുള്ള 63-കാരന്റെ കയ്യിലെ ചില്ല് കഷ്ണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ആ ഒരു മുറിവ് തുന്നിക്കെട്ടി. ഒരുപാട് ദിവസം അയാൾ ആ ഒരു കഠിന വേദന അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 5 ചില്ല് കഷ്ണങ്ങളാണ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അത് പുറത്തെടുത്തത്. ഒന്ന് ഓർക്കണം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു അനാസ്ഥയാണ്. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് അത് കണ്ടെത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാലക്കാടിലെ കേസ്. കൈ ഒടിഞ്ഞെത്തിയ വിനോദിനി എന്ന് പറയുന്ന 9ാം ക്ലാസ്സുകാരിയുടെ കൈ പ്ലാസ്റ്റർ ഇട്ടതിലെ ആ പിഴവ് കാരണം അഴുകി പോവുകയാണ് ചെയ്തത്. ഒടുവിൽ ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്തു. ഈ വാർത്തയും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്.
പക്ഷേ സംഭവം എന്താണ്? ആ കുട്ടിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു അല്ലേ? അതുപോലെ തന്നെ നെടുമങ്ങാട് ആശുപത്രിയിലെ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിലെ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്? ഒന്ന്, സിസ്റ്റത്തിന്റെ പരാജയം തന്നെയാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു സ്ക്രബ് നഴ്സിന്റെ അഭാവം ഇവിടെയുണ്ട്. ഇവിടെയെന്ന് മാത്രമല്ല, പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇതിന്റെ ഒരു അഭാവമുണ്ട്. ജീവനക്കാരുടെ കുറവ് ഇതിനൊരു കാരണമായിട്ട് തന്നെ പറയപ്പെടുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഇല്ലായ്മ എന്നുള്ളത് തന്നെയാണ്. വണ്ടാനം കേസിലെ ഡോക്ടർ പറഞ്ഞത് 50 വർഷം ഇത് വയറ്റിലിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. രോഗിയോടുള്ള ഈ ഒരു സമീപനം എന്ന് പറയുന്നത് എത്രത്തോളം ദ്രോഹകരമാണ് അല്ലേ? പാവപ്പെട്ടവരുടെ ഗതികേടാണല്ലേ? ഒരു സാധാരണക്കാരന് ഗതികേട് കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ വരുന്നത്. അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തള്ളിവിടുന്നതാണോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ ആരോഗ്യമന്ത്രി ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത് അത് ശരി തന്നെയാണ്. പക്ഷെ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോളുകൾ ഉണ്ടാകണമല്ലേ? കുറ്റക്കാർക്കെതിരെ പേരിന് ഒരു സസ്പെൻഷൻ മാത്രം പോരാ. ഉഷ ജോസഫിനെ പോലെയുള്ളവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും ഉറപ്പാക്കണം. ഒരു രോഗിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചികിത്സാ പിഴവുകൾ ഒഴിവാക്കാൻ ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാർ എന്ന നിലയിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചോദ്യം ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഏത് സർജറിയോ ആകട്ടെ, അതിന് ആ ഒരു സർജറി നടക്കുന്നതിന് മുൻപും അതിന്റെ അപകട സാധ്യതകളെ കുറിച്ച് ഡോക്ടറോട് ചോദിക്കാനുള്ള ഒരു പൂർണ്ണ അവകാശം നമ്മൾക്കുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മൾ സൂക്ഷിക്കുക. ഡിസ്ചാർജ് സമ്മറി, ലാബ് റിപ്പോർട്ടുകൾ, എക്സ്റേ എന്നിവ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ചികിത്സയിൽ സംശയം തോന്നിയാൽ ഉടൻ മറ്റൊരാളുടെ അഭിപ്രായം തേടേണ്ടതാണ്. അതായത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സർജറിക്ക് മുൻപ് തന്നെ ഒരു സമ്മതപത്രം കൺസേൺ ഫോമിൽ ഒപ്പിട്ട് വാങ്ങാറുണ്ടല്ലേ? ശസ്ത്രക്രിയക്ക് മുൻപും ഒപ്പിട്ട് നൽകുന്ന ഇത്തരം സമ്മതപത്രം വായിച്ചു നോക്കേണ്ടത് തന്നെയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. അതും നമ്മുടെ അവകാശം തന്നെയാണ്. പിന്നെ ഈ ഒരു സർജറിക്ക് ശേഷം അസാധാരണമായിട്ടുള്ള വേദനയോ നിറം മാറ്റമോ ഉണ്ടായാൽ അത് ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുക. അത് അവഗണിക്കപ്പെട്ടാൽ ഉടൻ രേഖാമൂലം പരാതിയും അറിയിക്കുക. ചികിത്സാ പിഴവ് സംഭവിച്ചാൽ ഈ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനെയോ ഉപഭോക്തൃ കോടതിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനെയോ സമീപിക്കാവുന്നതാണ്. ഇവിടെ സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റവും അനിവാര്യമാണ്. ഇനി ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ടാക്സ് പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ആശുപത്രികളിൽ നിന്ന് മാന്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുക എന്നത് പാവപ്പെട്ടവന്റെ ഒരു അവകാശമാണ്. ആശുപത്രി കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് സർക്കാരും ഉറപ്പാക്കണം. പിന്നെ 50 വർഷം ഇത് വയറ്റിൽ നിന്നാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഈ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. എന്തായാലും ഇത് വെറും ഒരു വാർത്തയായിട്ട് കാണരുത്, മറിച്ച് നമ്മുടെ പൊതുസമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവന്റെ അവസാനത്തെ ഒരു അത്താണിയാണിത്. അവിടെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ ശരീരത്തിനുള്ളിൽ മറന്നു വയ്ക്കുന്നത് കേവലം മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റായിട്ട് കാണാനാകില്ല. ഇതൊരു ക്രിമിനൽ അനാസ്ഥ തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സേവനങ്ങളുടെ നിലവാരം അത് ഉറപ്പാക്കുന്നതിലും സർക്കാർ പരാജയപ്പെടുന്നുണ്ട്. മിക്കവാറും ഇത്തരം വാർത്തകൾ വരുന്നത് സാധാരണക്കാർ ആശ്രയിക്കുന്ന താലൂക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ ഇത്തരം അനാസ്ഥകൾക്ക് ഇരയാകില്ല. കാരണം അവർക്ക് VIP പരിഗണന ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ടവൻ വരി നിൽക്കുമ്പോൾ അവൻ കേവലം ഒരു രോഗി നമ്പർ മാത്രമായിട്ട് മാറുന്നു. ഇതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. പിന്നെ വിനോദിനെ പോലെയുള്ള കുട്ടികൾക്ക് കൈ നഷ്ടപ്പെടുമ്പോൾ സർക്കാർ നൽകുന്ന തുച്ഛമായിട്ടുള്ള തുക കൊണ്ട് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനാകില്ല. ഇത്തരം കേസുകളിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഇരകൾക്ക് മാന്യമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ഭീമമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം ഉറപ്പാക്കണം. ഈ പ്രശ്നങ്ങളെ നേരിടാൻ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ്. ഓരോ രോഗിക്കും പേഷ്യന്റ് ചാർട്ടർ പ്രകാരമുള്ള അവകാശങ്ങളുണ്ട്. നിങ്ങൾ സ്വീകരിക്കുന്ന ചികിത്സ എന്താണെന്നും അതിന്റെ വശങ്ങൾ എന്താണെന്ന് ചോദിച്ചു തന്നെ അറിയുക. അതുമാത്രമല്ല, ആശുപത്രികളിൽ അനാസ്ഥ കണ്ടാൽ അത് ഉന്നത അധികാരികളെ അറിയിക്കുക. നിങ്ങളുടെ മൗനം ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ കുറ്റക്കാർക്ക് ധൈര്യം നൽകും. പിന്നെ പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാൻ സന്നദ്ധ സംഘടനകളും യുവാക്കളും മുന്നോട്ട് തന്നെ വരണം. നിയമപരമായിട്ടുള്ള സഹായം അവർക്ക് ഉറപ്പാക്കണം. ഉഷ ജോസഫിന്റെ വയറ്റിലെ കത്രികയും
വിനോദിനിക്ക് നഷ്ടപ്പെട്ട കൈയും നമുക്ക് നൽകുന്ന ഒരു പാഠം ഒന്നാണ്. കെട്ടിടങ്ങൾ മോടി പിടിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരു സംസ്ഥാനം ആരോഗ്യ രംഗത്ത് മികച്ചതാകില്ല. അവിടെ സേവനം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം, സാധാരണക്കാരന്റെ ജീവന് നൽകുന്ന വിലയുമാണ് ഒരു നാടിന്റെ പുരോഗതിയുടെ അളവുകോൽ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു അന്വേഷണ റിപ്പോർട്ടുകൾ ഫയലുകളിൽ മാത്രം ഒതുങ്ങരുത്. ഇനിയൊരു വിനോദിനിയും ഇനിയൊരു ഉഷ ജോസഫും നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാകരുത്. ആരോഗ്യ കേരളം എന്നത് ഒരു മുദ്രാവാക്യമല്ല, അതൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാകണം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്.